എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നാളെ മാഘമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയാണ്. ജനുവരി 22 വ്യാഴാഴ്ച. നാളെയാണ് ഗണേശ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. നമ്മൾ കേരളീയർ ഇത് വലുതായിട്ട് ആഘോഷിക്കാറില്ലെങ്കിലും വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. സകല വിഘ്ന നിവാരണത്തിനും ബുദ്ധി, സിദ്ധി, ഭാഗ്യം, ഐശ്വര്യം എന്നിവയ്ക്ക് വേണ്ടിയുമാണ് ഗണപതി ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നത്. ഇന്നേ ദിവസം പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തിയാൽ അതിന് ഫലങ്ങൾ കൂടുതലാണ്. നമുക്ക് സങ്കടനാശന ഗണപതി സ്തോത്രം ഒന്ന് നോക്കാം. ഓം ഗം ഗണപതയേ നമഃ. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം ഭക്ത്യാ വ്യാസം സ്മരേ നിത്യം ആയുഷ്കാമാർത്ഥസിദ്ധയേ. പ്രഥമം വക്രതുണ്ടം ച ഏകദന്തം ദ്വിതീയകം തൃതീയം കൃഷ്ണപിംഗാക്ഷം ഗജവക്ത്രം ചതുർത്ഥകം ലംബോദരം പഞ്ചമം ച ഷഷ്ടം വികടമേവ ച സപ്തമം വിഘ്നരാജം ച ധൂമ്രവർണം തഥാഷ്ടമം നവമം ബാലചന്ദ്രം ച ദശമം തു വിനായകം ഏകാദശം ഗണപതിം ദ്വാദശാം തു ഗജാനനം. ഇവിടെ 12 നാമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് വക്രതുണ്ടൻ, ഏകദന്തൻ, കൃഷ്ണപിംഗാക്ഷൻ, ഗജവക്ത്രൻ, ലംബോദരൻ, വികടൻ, വിഘ്നരാജൻ, ധൂമ്രവർണൻ, ബാലചന്ദ്രൻ, വിനായകൻ, ഗണപതി, ഗജാനനൻ. ഈ 12 നാമങ്ങളെയും 3 സന്ധ്യകളിലും ജപിക്കുന്നവർക്ക് യാതൊരു വിഘ്നഭയങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല സർവസിദ്ധികളെയും പ്രാപിക്കാൻ സാധിക്കും എന്ന് പറയുന്നു. നാളെ വിശേഷപ്പെട്ട ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ സ്തോത്രം ജപിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു.